നമസ്കാരം, എല്ലാവർക്കും ഈക്വൽസിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ആന്ധ്രാപ്രദേശ് സംസ്ഥാനവുമായി ബന്ധപ്പെട്ട കുറച്ച് പോയിന്റുകൾ ഒരു കഥയുടെ രൂപത്തിൽ നിങ്ങളുടെ മുമ്പിലേക്ക് അവതരിപ്പിക്കാനാണ് നോക്കുന്നത്. അപ്പോൾ ആദ്യം ഇതൊരു നീണ്ട കഥയാണ്, ഒരു 10-30 പോയിന്റോളം വരും. നമ്മളൊരു കഥ പോലെ സങ്കല്പിച്ച് പഠിക്കുകയാണെങ്കിൽ നമുക്ക് PSC മറന്നു പോകാതിരിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് കഥയിലേക്ക് കടക്കാം. അപ്പോൾ നമ്മളെ ആന്ധ്രാപ്രദേശ് സംസ്ഥാനത്തിലേക്ക് ഒരു യാത്ര പോവുകയാണ്. അങ്ങനെ യാത്ര പോകുന്നത് ബന്ധപ്പെട്ട ഒരു കഥയാണിത്. അപ്പം നമ്മൾ എന്തിനാണ് യാത്ര പോകുന്നത് വെച്ചാൽ നമുക്ക് പഞ്ചായത്തിൽ ചെന്ന് ഒരു രാജിനെ കണ്ടുപിടിക്കണം. അപ്പം പഞ്ചായത്തിൽ ചെന്ന് രാജിനെ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ആന്ധ്രാപ്രദേശിലേക്ക് നടത്തുന്ന ഒരു യാത്രയായിട്ടാണ് നമ്മൾ ഈ ആന്ധ്രാപ്രദേശ് സംസ്ഥാനം ഫുള്ള് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ എന്തിനു വേണ്ടിയാണല്ലോ ഈ രാജിനെ കണ്ടുപിടിക്കുന്നത്? പുള്ളിയാണ് തൊഴിലുറപ്പ് പദ്ധതിയുടെ കോർഡിനേറ്റർ. അപ്പം തൊഴിലുറപ്പ് പദ്ധതിയുടെ കോർഡിനേറ്റർ ആയിട്ടുള്ള രാജിനെ തിരക്കി നമ്മൾ പഞ്ചായത്തിൽ പോകുന്ന കഥയാണ് നിങ്ങളുടെ മുമ്പിലേക്ക് അവതരിപ്പിക്കാൻ പോകുന്നത്. തുടങ്ങാം. അപ്പം നമ്മൾ ആന്ധ്രാപ്രദേശിലേക്ക് പോകുന്നത് ഫ്ലൈറ്റിലാണ്. അപ്പം നമ്മൾ ആന്ധ്രാപ്രദേശിലേക്ക് പോകുന്നത് ഫ്ലൈറ്റിലാണ്. നമ്മളിവിടെ നിന്ന് യാത്ര പുറപ്പെട്ട് ആന്ധ്രാപ്രദേശിലെ സത്യസായി ബാബ എയർപോർട്ട്, അതായത് പുട്ടവർത്തിയിലുള്ള സത്യസായി ബാബ എയർപോർട്ടിലേക്കാണ് നമ്മൾ ഫ്ലൈറ്റിൽ യാത്ര പുറപ്പെടുന്നത്. നമ്മളിങ്ങനെ ഇവിടുന്ന് ഫ്ലൈറ്റിൽ കയറി ഇങ്ങനെ ആകാശത്തോടെ ഇങ്ങനെ പോകുമ്പം ആന്ധ്രാപ്രദേശിലേക്ക് എത്താറാകുമ്പോൾ നമ്മൾ താഴോട്ട് നോക്കുമ്പോഴേ ഒരു ചെറിയ നീല ലൈൻ ഇങ്ങനെ പോകുന്നു. ആന്ധ്രാപ്രദേശിലൂടെ എന്തുകൊണ്ട് ഒരു ചെറിയ നീല ലൈൻ പോകുന്നു. അങ്ങനെ ഈ നീല ലൈൻ നമ്മൾ ആന്ധ്രാപ്രദേശ് എത്താൻ നേരത്ത്, അതായത് പുട്ടവർത്തിയിലെ സത്യസായി ബാബ എയർപോർട്ടിലേക്ക് ലാൻഡ് ചെയ്യാൻ നേരത്താണ് നമുക്ക് മനസ്സിലായത് എന്താണ് അത് ഒരു ലൈൻ അല്ലായിരുന്നു, അതൊരു നദിയായിരുന്നു. ഓക്കെ, അതൊരു നദിയായിരുന്നു, ഗോദാവരി നദിയായിരുന്നു അത്. അങ്ങനെ നമ്മൾ പുട്ടവർത്തി എയർപോർട്ടിൽ ലാൻഡൊക്കെ ചെയ്ത് സാധാരണ എയർപോർട്ടിൽ ഇറങ്ങിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ടാക്സി വിളിക്കും. പരിചയമില്ലാത്ത സ്ഥലത്തിൽ നമ്മളൊരു ടാക്സി വിളിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ നമ്മൾ ടാക്സി വിളിച്ചു. തെലുങ്കനായിട്ടുള്ളൊരു പുള്ളിയാണ് ഡ്രൈവർ. ഓക്കെ, അങ്ങനെ നമ്മൾ ടാക്സിക്കകത്ത് കയറി കുറച്ച് യാത്ര അങ്ങോട്ട് തുടങ്ങിയപ്പോഴത്തേക്കും പുള്ളി എന്ത് ചെയ്യുന്നുണ്ട്, മൂക്കുപിടി വലിക്കുന്ന ശീലമുള്ള ഒരു പുള്ളിയാണ് കേട്ടോ. നോക്കിയപ്പോൾ പുള്ളി ഒരു ഡെപ്പിയിൽ കുറച്ച് മൂക്കുപിടി എടുത്തിട്ട് തട്ടിയിട്ട് വലിക്കുകയാണ്. നമ്മൾ ശ്രദ്ധിച്ച് നോക്കിയപ്പോഴാണ് കാണുന്നതേ പുള്ളി വലിച്ച മൂക്കുപിടിയുടെ കമ്പനിയുടെ പേര് യുറാനിയം എന്നാണ്. അങ്ങനെ ആ യുറാനിയം മൂക്കുപിടി തട്ടിയിട്ട് പുള്ളി വലിച്ചിട്ട് തുമ്മുവാണ്. അങ്ങനെ നമ്മൾ നോക്കിയപ്പം സൈഡിലൊക്കെ ഒരുപാട് ബിൽഡിങ്സ് കാര്യങ്ങളെല്ലാം ഉണ്ട്. ആന്ധ്രാപ്രദേശിലെ ലോക്കൽ സ്ഥലമൊന്നുമല്ല, നല്ല ഹൈടെക് സിറ്റിയൊക്കെയാണ് കേട്ടോ, സ്മാർട്ട് സിറ്റിയൊക്കെയാണ്. ആന്ധ്രാപ്രദേശിലൂടെ നമ്മളിങ്ങനെ പോകുമ്പോഴത്തേക്ക് നോക്കുമ്പോൾ രണ്ട് സൈഡിലും മാളുകളൊക്കെ ഉണ്ട്, വലിയ മാളുകളുണ്ട്. മാളുകളിലെല്ലാം എന്തുണ്ട്, തിയേറ്ററും ഉണ്ട്. ഇങ്ങനെ പോകുന്ന വഴിക്കാണ് നമ്മൾ ശ്രദ്ധിച്ചത് ഒരു തിയേറ്ററിനകത്ത് ഒരു പോസ്റ്റർ, നമ്മുടെ തമിഴ് നടൻ നാഗാർജുന ഒരു കടുവയുടെ പുറത്തിരിക്കുന്ന ഒരു സിനിമയുടെ പോസ്റ്റർ കണ്ട്. തമിഴ് നടൻ നാഗാർജുന ഒരു കടുവയുടെ പുറത്തിരിക്കുന്ന ഒരു പോസ്റ്ററും കണ്ട്. അങ്ങനെ നമ്മളിങ്ങനെ പോയിക്കൊണ്ട് ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും ഇടയ്ക്ക് ഇരുട്ടായി. കാരണം നമ്മളൊരു ടണലിൽ കയറിയതാണ്. നമുക്ക് പിന്നാണ് മനസ്സിലായത് ടണലല്ലായിരുന്നു, അതൊരു ഗുഹയായിരുന്നു. ബേലം എന്ന് പറയുന്ന ഗുഹയായിരുന്നു. അങ്ങനെ ആ ബേലം ഗുഹ ഭയങ്കര ബോറായിട്ടുള്ളൊരു ഗുഹയാണ് കേട്ടോ. ഈ ബേലം ഗുഹ ഭയങ്കര ഇരുട്ടൊക്കെയാണ്. ബോറായിട്ടുള്ള ബേലം ഗുഹകളൊക്കെ കഴിഞ്ഞിട്ടേ നമ്മൾ ഇച്ചിരി അങ്ങോട്ട് പോയപ്പോഴാണ് നമ്മൾ അമരാവതി സിറ്റിയിലെത്തുന്നത്. അമരാവതി സിറ്റിയിലെത്തി നമ്മൾ നോക്കിയപ്പോഴത്തേക്കും ഒരു പുതിയ ബിൽഡിങ്, പുതിയ പെയിൻ്റൊക്കെ അടിച്ചിട്ടുള്ള ഒരു ബിൽഡിംഗ് ഉണ്ട്. അത് 25 നമ്പർ ഇട്ടേക്കുന്നു. അതിൻ്റെ വീട്ടുപേരായിട്ട് 25 നമ്പർ ഇട്ടിട്ടുണ്ട്. ഒരു പ്രതിമയെ നിൽപ്പുണ്ട്. ആ പ്രതിമ കണ്ടപ്പോൾ നമുക്ക് മനസ്സിലായി അംബേദ്കറിൻ്റെ ഒരു വലിയ പ്രതിമയാണ്. അപ്പോൾ 25 നമ്പർ ഇട്ട ഒരു വീടും അതിനകത്ത് എന്തുകൊണ്ട് അംബേദ്കറിൻ്റെ വലിയൊരു പ്രതിമയും കണ്ടു നമ്മൾ അമരാവതി നഗരത്തിൽ. ഓക്കെ, ഇനി നമ്മൾ എങ്ങോട്ടാണ്, നമ്മൾ പഞ്ചായത്തിലേക്കായിരുന്നു പോണത്. നമ്മളിങ്ങനെ പോയി പഞ്ചായത്ത് എത്താറായപ്പോഴത്തേക്ക് ഇതെന്താണ്, ഒരു കടൽ തീരത്താണ്. കടൽ തീരത്തെ ഒരു കുന്നിൻ്റെ പുറത്താണ് ഈ പഞ്ചായത്ത് ഓഫീസ്. അപ്പം നമ്മൾ ഈ കടൽ തീരം ഇങ്ങനെ പാസ് ചെയ്ത് പോയി ദൂരെ ഒരു കുന്ന് കണ്ട്. ഈ കുന്നെന്ന് പറയുന്നത് ഏത് കുന്നെന്ന് പറയുമ്പോൾ ഹോഴ്സിലി കുന്നുകളാണ്. അപ്പോൾ ഈ ഹോഴ്സിലി കുന്നിൻ്റെ മണ്ടയിലാണ് ഈ പഞ്ചായത്ത് ഓഫീസ് സ്ഥിതി ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ ടാക്സിയിൽ നിന്ന് ഇറങ്ങി നമ്മൾ പഞ്ചായത്ത് ഓഫീസിലോട്ട് കുന്ന് കയറുവാണ്. ഈ കുന്ന് കയറുന്ന വഴിയെല്ലാം എന്താണ്, ഭയങ്കര അരക്ക് നിറഞ്ഞ ഒരു വാലി കൂടാണ് നമ്മൾ ഈ കുന്നിൻ്റെ മുകളിലത്തെ പഞ്ചായത്ത് ഓഫീസിലോട്ട് പോണത്. അങ്ങനെ നമ്മൾ ഈ ഹോഴ്സിലി കുന്നിലെ അരക്ക് വാലിയിലൂടെ നടന്ന് എവിടെത്തി, പഞ്ചായത്ത് ഓഫീസിൽ എത്തി. ഈ പഞ്ചായത്ത് ഓഫീസ് എന്ന് പറയുന്നതേ നോക്കിയപ്പം ഭയങ്കര ലൈറ്റ് അലങ്കാരമൊക്കെ ഉണ്ട്. കറണ്ടൊന്നും അവർക്കൊരു പ്രശ്നമല്ല, ഫ്രണ്ടിലൊക്കെ ഭയങ്കര ഹൈ മസ്റ്റ് ലൈറ്റൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ബിൽഡിംഗ് എന്ന് പറഞ്ഞാൽ പക്ഷെ പെയിന്റ് ഒന്നും അടിച്ചിട്ടില്ല.
ഫുള്ള് സിമെന്റ് വാരി പൂശിയേക്കുമാണ്. സിമെന്റ് കിൻഡൽ കണക്ക് ചാക്കൊക്കെ അവിടെ ഇരിപ്പുണ്ട്. സിമെന്റ് വാരി പൂശിയ ഒരു ബിൽഡിംഗ് ആണ് ഇങ്ങനെ ഈ പഞ്ചായത്ത് ഓഫീസ് എന്ന് പറയുന്നത്. നമ്മൾ രാജിനെ കാണാൻ വേണ്ടി പഞ്ചായത്തിൻ്റെ അകത്തോട്ട് കയറിയപ്പോൾ നോക്കിയപ്പോഴത്തേക്കും ഒരു കസേരയിൽ ഒരു കുള്ളനായിട്ടുള്ള ഒരാൾ ഇങ്ങനെ സിഗരറ്റും വലിച്ചിരിക്കുകയാണ്. അപ്പം പഞ്ചായത്ത് ഓഫീസിൻ്റെ അകത്ത് കുള്ളനായിട്ടുള്ള ഒരാൾ ഇങ്ങനെ സിഗരറ്റൊക്കെ വലിച്ചിരിക്കുകയാണ്. നോക്കിയാൽ പഞ്ചായത്ത് ഓഫീസിൽ വേറെ ആരും കാണില്ല. കുറേ കമ്പ്യൂട്ടറും കാര്യങ്ങളൊക്കെ ഇരിപ്പുണ്ട്, ബ്രോഡ്ബാൻഡ് കണക്ഷനും എല്ലാം ഉണ്ട്. ഈ കുള്ളനായിട്ടിരുന്ന ആൾ സിഗരറ്റും വലിച്ചിരുന്നിട്ടേ ഐപാഡിൽ എന്തോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പുള്ളി എന്തോ വീഡിയോ കോൺഫറൻസോ കാര്യങ്ങളെന്തോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ശ്രദ്ധിക്കുന്നില്ല, പുള്ളി നമ്മളെയും ശ്രദ്ധിക്കുന്നില്ല. ഈ പഞ്ചായത്ത് ഓഫീസിനകത്ത് പിന്നെ കോഴിയൊക്കെ കിടന്ന് ഓടുന്നുണ്ട്, കുറേ കോഴിയൊക്കെ ഓടുന്നുണ്ട്. നോക്കിയപ്പോൾ നമ്മൾ സൈഡിൽ ഒരു ചാക്ക് ഇരിപ്പുണ്ട്, ഒരു അരിച്ചാക്ക് ഇരിപ്പുണ്ട്. അന്നപൂർണ എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ അരിച്ചാക്കാണ്. നമ്മൾ പാവം വന്ന സ്ഥിതിക്ക് പഞ്ചായത്തിൽ ചെന്നിട്ട് രാജിനെ കാണാൻ പറ്റിയില്ല, ഇനിയിപ്പോൾ കോഴിക്ക് തീറ്റ കൊടുക്കാമെന്നും പറഞ്ഞ് ഈ അന്നപൂർണയെന്ന് എടുത്ത് കുറച്ച് നെല്ലെടുത്ത് എവിടെ ഇട്ട് കൊടുത്ത് ഒരു നെൽക്കിണ്ണ വരുന്ന ആ നെൽക്കിണ്ണത്തിൽ കുറച്ച് അരിയിട്ട് കൊടുത്ത് വേണ്ടി കോഴി വന്ന് കൊത്തി തിന്നിട്ട് നമുക്കൊരു മുട്ടയൊക്കെ ഇട്ട് തന്നു. നമ്മൾ എന്തായാലും രാജിനെ കാണാൻ പറ്റാത്ത നിരാശയിൽ നമ്മൾ പഞ്ചായത്തിൽ നിന്ന് ഇറങ്ങുന്ന വഴിക്ക് നോക്കിയപ്പം താഴെ ഒരു സംഭവം കിടക്കുന്നു, ഒരു രത്നം, കോഹിനൂർ രത്നം. അങ്ങനെ നമ്മൾ എന്തായാലും രാജിനെ കാണാൻ പറ്റാത്ത ദുഃഖത്തിൽ നമ്മൾ ആ കോഹിനൂർ രത്നം എടുത്ത് നമ്മൾ എന്ത് ചെയ്ത് അതും കൊണ്ടങ്ങ് പോയി. അപ്പോൾ കോഹിനൂർ രത്നം എടുത്ത് നമ്മൾ അതും കൊണ്ടങ്ങ് പുറപ്പെട്ടു. ഇനിയിപ്പോൾ നമ്മൾ വന്നത് ഫ്ലൈറ്റിലാണ്, ഇനി രാജിനെ കാണാൻ പറ്റിയില്ല, പഞ്ചായത്തിൽ ചെന്നിട്ട് രാജിനെ കാണാൻ പറ്റിയില്ല. നമ്മൾ എന്ത് ചെയ്യാം, ഇനിയിപ്പോൾ തിരിച്ചു വരാം. നമ്മളിപ്പോൾ ഇനി തിരിച്ചു വരുന്നത് ഇനിയിപ്പോൾ ഫ്ലൈറ്റ് വേണ്ട, നമ്മൾക്ക് കപ്പലിൽ പുറപ്പെടാനുള്ള തീരുമാനത്തിലാണ് നമ്മൾ എന്ത് ചെയ്ത് ഇറങ്ങിയത്. അങ്ങനെ നമ്മൾ വിശാഖപട്ടണം, നമ്മൾ അറിയുന്നത് വിശാഖപട്ടണം എന്ന് പറയുന്നത് കിടിലൻ പോർട്ടാണ്. അവിടെ 3 വഴി കൂടെ വണ്ടിയില്ല, 3 സൈഡിൽ കൂടെ നമുക്ക് വണ്ടിയില്ല. കാരണം കരബന്ധിതമായിട്ടുള്ളൊരു പോർട്ടാണ് ഇത് വിശാഖപട്ടണം. അങ്ങനെ നമ്മൾ വിശാഖപട്ടണത്തിലേക്ക് പുറപ്പെട്ടു. അപ്പോൾ ഈ നമ്മൾ വിശാഖപട്ടണത്തെത്തി കപ്പലിൽ പോകാനായിരുന്നു നമ്മൾ തീരുമാനിച്ചത്. അങ്ങനെ നമ്മൾ വിശാഖപട്ടണത്തിൽ എത്തിയപ്പോഴാണ് മനസ്സിലായത് വിശാഖപട്ടണം എന്താണ്, ക്ലോസ്ഡ് ആണ്. കാരണം അവിടെ ഒരു വിഷബാധ ചോർച്ച ഉണ്ടായി. നമ്മളങ്ങനെ വിശാഖപട്ടണത്തിൽ എത്തിയപ്പോഴാണ് കാണുന്നത് അവിടെ ഒരു LG ഫോൺ, അതായത് ഒരു LG ഫോണിൽ നിന്നാണ് ഈ വിഷബാധ എന്ത് ചെയ്തേക്കുന്നത്, ചോർന്നേക്കുന്നത്. അപ്പോൾ നമ്മൾ എന്തായാലും ഇനിയിപ്പം കപ്പൽ മാർഗം തിരിച്ചു വരാൻ പറ്റത്തില്ല, നമ്മൾ എന്ത് ചെയ്തു, തിരിച്ച് നമുക്ക് ഇന്നതിന് ട്രെയിനിൽ വരാമെന്ന് തീരുമാനിച്ചു. അങ്ങനെ നമ്മൾ വിശാഖപട്ടണത്തുള്ള റെയിൽവേ സ്റ്റേഷനിൽ എത്തി. റെയിൽവേ സ്റ്റേഷനിൽ എത്തിയപ്പോൾ മനസ്സിലായി ട്രെയിൻ ഇനി അടുത്ത ദിവസത്തേക്കേ ഉള്ളൂ. അവിടെ പക്ഷെ വിശ്രമിക്കാൻ സ്ഥലമുണ്ട്, അതുപോലെ എന്തുകൊണ്ട് ആ ഗെയിം കളിക്കാം നമുക്ക്. അതായത് അവിടെ എന്തുകൊണ്ട് ഫൺ സോൺ എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്. അതായത് കുട്ടികളോ നമുക്ക് മുതിർന്നവരോ ആർക്കായാലും ശരി അവിടെ പോയി എന്ത് ചെയ്യാം, ആ പൈസയ്ക്ക് ഗെയിം കളിക്കാം. അങ്ങനെ നമ്മൾ ഗെയിമും കളിച്ച് ഒരു ദിവസം അവിടെ ഇരുന്നു. അപ്പോൾ ഇത്രയാണ് നമ്മുടെ കഥ. ഇനി കഥയുടെ സാരാംശത്തിലേക്ക് നമുക്ക് വരാം. കഥ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ചിലപ്പം കുറച്ച് കൺഫ്യൂസിങ് ആയിട്ട് തോന്നുമായിരിക്കും, പക്ഷെ നമ്മൾ ഒന്ന് ബൈ ഹാർട്ട് ആക്കാൻ നോക്കിയിരുന്നാൽ ഈ പോയിന്റുകൾ പിന്നെ നമ്മൾ മറക്കത്തില്ല. ഓക്കെ, അപ്പോൾ പഞ്ചായത്തിൽ രാജിനെ അന്വേഷിച്ച് ചെല്ലുന്നതായിരുന്നു നമ്മുടെ കഥ. ഓക്കെ, അപ്പം നമുക്ക് കഥയുടെ സാരാംശമാണ്. ആദ്യത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ തൊഴിലുറപ്പ് പദ്ധതി. 2006 ഫെബ്രുവരി 2-നാണ് തൊഴിലുറപ്പ് പദ്ധതി ആരംഭിച്ചത്. അപ്പോൾ തൊഴിലുറപ്പ് പദ്ധതി ആരംഭിച്ച സംസ്ഥാനം, ആദ്യത്തെ സംസ്ഥാനം എന്ന് പറയുന്നത് ആന്ധ്രാപ്രദേശാണ്. പിന്നെ പഞ്ചായത്ത് രാജ്, അതായത് പഞ്ചായത്ത് രാജ് സംവിധാനത്തിൽ ഇലക്ഷൻ നടന്ന ആദ്യത്തെ സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റ് നമ്മുടെ ആന്ധ്രാപ്രദേശാണ്. പഞ്ചായത്ത് രാജ് ആദ്യം നടപ്പിലാക്കിയത് രാജസ്ഥാനിലായിരുന്നു. പക്ഷെ പഞ്ചായത്ത് രാജ് വഴി ഇലക്ഷൻ നടന്ന ആദ്യ സംസ്ഥാനം മധ്യപ്രദേശായിരുന്നു. പഞ്ചായത്ത് രാജ് നിലയിൽ വന്ന സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റ് ആണ് ഇത് നമ്മുടെ ആന്ധ്രാപ്രദേശ് എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ ഫ്ലൈറ്റിൽ കയറി ഫ്ലൈറ്റിന് താഴോട്ട് നോക്കിയപ്പോൾ കണ്ട ആ ചെറിയ നീല ലൈൻ ഉണ്ടല്ലോ, അതായത് അത് വെറും ലൈനല്ല, ലൈഫ് ലൈൻ. ആന്ധ്രാപ്രദേശിന്റെ ലൈഫ് ലൈൻ എന്നറിയപ്പെടുന്നത് ഗോദാവരി നദിയാണ്. അപ്പോൾ ഗോദാവരി നദിയാണ് ലൈഫ് ലൈൻ ഓഫ് ആന്ധ്രാപ്രദേശ്. പിന്നെ നമ്മൾ എന്താണ് പറഞ്ഞത്, വന്ന് ഇറങ്ങിയ എയർപോർട്ട് പുട്ടവർത്തിയിലെ സത്യസായി ബാബ എയർപോർട്ട്. അപ്പോൾ സത്യസായി ബാബ എയർപോർട്ട് സ്ഥിതി ചെയ്യുന്നത് പുട്ടവർത്തിയിലാണ്, ആന്ധ്രാപ്രദേശ്. പിന്നെ നമ്മൾ ടാക്സിയിൽ കയറിയാണ്. അപ്പോൾ ടാക്സി ഡ്രൈവർ എന്ത് ചെയ്തു, യുറാനിയം മൂക്കിപ്പൊടി, അതായത് ഇന്ത്യയിലെ ഏറ്റവും വലിയ യുറാനിയത്തിൻ്റെ കനി കണ്ടെത്തിയത് ആ തുമ്മലപ്പള്ളി എന്ന് പറയുന്ന സ്ഥലം നമ്മുടെ ആന്ധ്രാപ്രദേശിലാണ്. പിന്നെ നമ്മളിങ്ങനെ പോകുന്ന വഴിക്ക് എന്ത് കണ്ടെന്ന് പറഞ്ഞാൽ മാളുകൾ, അതേപോലെ തന്നെ തിയേറ്ററുകൾ. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ തിയേറ്ററുകൾ ഉള്ള സംസ്ഥാനം ആന്ധ്രാപ്രദേശാണ്. പിന്നെ നമ്മൾ നാഗാർജുന, തമിഴ്നാട് നാഗാർജുനയുടെ പോസ്റ്റർ കണ്ടു, കടുവയിലിരിക്കുന്ന. അതായത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ടൈഗർ റിസർവ് നാഗാർജുന സാഗറാണ്. അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ ടൈഗർ റിസർവ് എന്ന് പറയുന്നത് നാഗാർജുന സാഗറാണ്.
അപ്പം പിന്നെ നമ്മൾ പറഞ്ഞത് നമ്മൾ ഒരു ഇരുട്ടുള്ള സ്ഥലത്ത് കയറി, അത് ടണലല്ലായിരുന്നു ഗുഹയെന്ന് പറഞ്ഞ് ബേലം ഗുഹകൾ. അപ്പം ബേലം ഗുഹകൾ, അതുപോലെ തന്നെ ബോറായിട്ടുള്ള ബേലം ഗുഹകൾ ബോറാന്ന് പറഞ്ഞ്, അതുപോലെ തന്നെ ബോറ ഗുഹകൾ. അപ്പം ബേലം ഗുഹകളും ബോറ ഗുഹകളും സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ആന്ധ്രാപ്രദേശാണ്. അപ്പം നമ്മൾ മുമ്പോട്ട് വന്നപ്പോഴേ അമരാവതി നഗരത്തിൽ എത്തിയെന്ന് പറഞ്ഞു. ഈ അമരാവതിയാണ് ആന്ധ്രാപ്രദേശിന്റെ പുതിയ തലസ്ഥാനം എന്ന് പറയുന്നത്. അവിടെയാണ് ഇന്ത്യയിലെ തന്നെ ഏറ്റവും പുതിയതായിട്ടുള്ള ഹൈക്കോടതി. അതാണ് നമ്മൾ പറഞ്ഞ 25 നമ്പർ ഇട്ടിട്ടുള്ള ഒരു വീട്, അതായത് 25ാമത്തെ ഹൈക്കോടതി അമരാവതിയിലാണ് നിലയിൽ വന്നത്. പിന്നെ എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ അവിടെ ഒരു പ്രതിമ കണ്ടു എന്ന് പറഞ്ഞു, വലിയ പ്രതിമയല്ലേ എന്ന് പറഞ്ഞാൽ അംബേദ്കറിന്റെ പ്രതിമയാണ്. ഇന്ത്യയിൽ അംബേദ്കറിന്റെ സ്മരണാർത്ഥം ഒരു ചൈത്ര വനം എന്നും പറഞ്ഞിട്ടൊരു സ്മാരകം നിലയിൽ വരുന്നുണ്ട്. 125 അടി ഉയർച്ചയിലുള്ള അംബേദ്കറിന്റെ പ്രതിമയാണ് ആ ചൈത്ര വനത്തിൽ സ്ഥാപിക്കുന്നത്. അത്രയാണ് നമ്മൾ അമരാവതിയായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. വേണമെങ്കിൽ നമുക്ക് ആന്ധ്രാപ്രദേശിന്റെ തലസ്ഥാനങ്ങളിലോടൊന്ന് പോവാം. അപ്പം ആന്ധ്ര രൂപീകരിക്കുന്ന സമയത്ത്, അതായത് 1953 ഒക്ടോബർ 1 ആന്ധ്ര സംസ്ഥാനം നിലയിൽ വരുന്നത്. അന്ന് ആന്ധ്രയുടെ തലസ്ഥാനം കുർണൂലായിരുന്നു. പിന്നെ 56 നവംബർ 1 ആന്ധ്രാപ്രദേശ് രൂപീകരിക്കുമ്പോഴത്തേക്കും തലസ്ഥാനം ഹൈദരാബാദ് ആയിരുന്നു. പിന്നെ ഇപ്പോൾ ഇപ്പം 2014 ആന്ധ്രാപ്രദേശും തെലുങ്കാനയും കൂടെ വിഭജിച്ച് വന്നു. ഇപ്പോഴത്തേക്കും നമ്മുടെ ആന്ധ്രാപ്രദേശിൻ്റെയും തെലുങ്കാനയും കൂടെ സംയുക്ത തലസ്ഥാനം ഹൈദരാബാദ് ആയിരുന്നു. പക്ഷെ ഇപ്പോൾ ഇത് മാറി ആന്ധ്രാപ്രദേശിൻ്റെ പുതിയ തലസ്ഥാനം എന്ന് പറയുന്നത് അമരാവതിയാണ്. പണ്ട് ഇങ്ങനെ യാത്ര പുറപ്പെട്ട് നമ്മൾ എങ്ങോട്ടാണ് വന്നത്? ഹോഴ്സിലി കുന്നുകൾ തിരിക്കുകയാണ്. ഓക്കെ, അങ്ങനെ ഈ ഹോഴ്സിലി കുന്നുകൾ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ആന്ധ്രാപ്രദേശാണ്. അപ്പോൾ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള 2ാമത്തെ സംസ്ഥാനമാണ് ആന്ധ്രാപ്രദേശ്. 1ാമത്തെ സംസ്ഥാനം ഗുജറാത്താണ്. പക്ഷെ സൗത്ത് ഇന്ത്യ എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള 1ാമത്തെ സംസ്ഥാനം ഏതാണ്? നമ്മുടെ ആന്ധ്രാപ്രദേശ് തന്നെയാണ്. നമ്മളെ ഹോഴ്സിലി കുന്നുകളിലോട്ട് കയറുന്ന വഴി എന്ന് പറയുന്നത് എന്തുള്ളായിരുന്നു പറഞ്ഞു? ഭയങ്കര അരക്ക് നിറഞ്ഞായിരുന്നു പറഞ്ഞു. അതായത് അരക്ക് വാലി സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഇത് തന്നെയാണ്, ആന്ധ്രാപ്രദേശാണ്. അപ്പോൾ അരക്ക് വാലി സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ആന്ധ്രാപ്രദേശാണ്. പിന്നെ നമ്മൾ നടന്ന് ഇവിടെ എത്തി, പഞ്ചായത്തിൽ എത്തി എന്ന് പറഞ്ഞു. അപ്പോൾ പഞ്ചായത്ത് ബിൽഡിംഗ് ഞാൻ പറഞ്ഞു ഏറ്റവും ഭയങ്കര ലൈറ്റ് അലങ്കാരം, അവർക്ക് കറണ്ട് ഒരു വിഷയമല്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഹൈഡ്രോ ഇലക്ട്രിസിറ്റി ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ആന്ധ്രാപ്രദേശാണ്. പിന്നെ പഞ്ചായത്ത് ബിൽഡിംഗ് സിമെന്റ് വാരി എറിഞ്ഞൊരു ബിൽഡിംഗ് ആണ്. അപ്പോൾ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സിമെന്റ് ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഇത് തന്നെയാണ്, നമ്മുടെ ആന്ധ്രാപ്രദേശാണ്. ഏറ്റവും കൂടുതൽ സിമെന്റ് ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ആന്ധ്രാപ്രദേശാണ്. ഓക്കെ, നമ്മൾ ഇനി പഞ്ചായത്തിന്റെ അകത്തോട്ട് കയറിയപ്പോൾ എന്ത് കണ്ടെന്നാണ് പറഞ്ഞത്? ഒരു കുള്ളൻ എന്ത് ചെയ്യാണ്? സിഗരറ്റും വലിച്ചിരിക്കുക എന്നാണ് കണ്ടത്. അതായത് കുള്ളന്മാരെ വികലാംഗരാക്കി കണക്കാക്കിയ ഇന്ത്യൻ സംസ്ഥാനം ആന്ധ്രാപ്രദേശാണ്. കുള്ളന്മാരെ വികലാംഗരാക്കി കണക്കാക്കിയ ഇന്ത്യൻ സംസ്ഥാനം എന്ന് പറയുന്നത് ആന്ധ്രാപ്രദേശാണ്. പിന്നെ ഒരു കാര്യം കൂടെ ഓർക്കുക, വികലാംഗർ എന്ന് പറയുന്ന വാക്ക് എടുത്തു കളഞ്ഞ സംസ്ഥാനം ഹരിയാനയാണ്. അപ്പം കുള്ളന്മാരെ വികലാംഗരാക്കി കണക്കാക്കിയ സംസ്ഥാനം ആന്ധ്രാപ്രദേശും, വികലാംഗർ എന്ന് പറയുന്ന പദം എടുത്തു കളഞ്ഞത് ഏത് സംസ്ഥാനമാണ്? ഹരിയാനയുമാണ്. ഓർക്കാലോ അത്. ഇനി നമ്മൾ എന്ത് പറഞ്ഞു? അയാൾ പുകയില സിഗരറ്റ് വലിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പുകയില ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ആന്ധ്രാപ്രദേശാണ്. അപ്പോൾ പുകയില റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടൊക്കെ ഉണ്ട്, അത് രാജമുദ്രയിലാണ്. പുകയില റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് രാജമുദ്രയിലാണ്. ആന്ധ്രാപ്രദേശിലെ രാജമുദ്രയിൽ തന്നെയാണ് പുകയില റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്. പിന്നെ നമ്മൾ എന്താണ് കണ്ടത്? അവിടെ ഇത് കഫേ കണക്ക് കമ്പ്യൂട്ടറൊക്കെ ഒരുപാട് നിരത്തി വെച്ചിട്ടുണ്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ ഇന്ത്യയിലെയും സൈബർ സ്റ്റേറ്റ് ആന്ധ്രാപ്രദേശാണ്. നമ്മുടെ സൈബർ സ്റ്റേറ്റ് ആന്ധ്രാപ്രദേശാണ്. അതുപോലെ തന്നെ ബ്രോഡ്ബാൻഡ് സൗകര്യം ഉണ്ടെന്ന് പറഞ്ഞ്, ബ്രോഡ്ബാൻഡ് സൗകര്യം സംസ്ഥാന വ്യാപകമാക്കി നടപ്പിലാക്കിയ സംസ്ഥാനം ആന്ധ്രാപ്രദേശാണ്. സൈബർ സ്റ്റേറ്റ് ആണ്. പിന്നെ ബ്രോഡ്ബാൻഡ് സംവിധാനം എന്ത് ചെയ്തു? ആ സംസ്ഥാനം ഒട്ടാകെ നടപ്പിലാക്കിയ സ്റ്റേറ്റ് എന്ന് പറയുന്നതും ഇത് തന്നെയാണ്, നമ്മുടെ ആന്ധ്രാപ്രദേശ്. അതുപോലെ തന്നെ വേറൊരു പോയിന്റ് പറഞ്ഞായിരുന്നു, കുള്ളൻ എന്തോ ഐപാഡിലോ എന്തോ വീഡിയോ കോൾ അങ്ങോട്ട് ചെയ്യുമെന്ന് പറഞ്ഞു. അതായത് ഈ മന്ത്രിസഭ കൂടിയ ആദ്യ സംസ്ഥാനം ഏതാണ്? ആന്ധ്രാപ്രദേശാണ്. അപ്പോൾ ഈ മന്ത്രിസഭ കൂടിയ ആദ്യ സംസ്ഥാനം എന്ന് പറയുന്നതും നമ്മുടെ ഈ ആന്ധ്രാപ്രദേശാണ്. പിന്നെ നമ്മൾ എന്താണ് പറഞ്ഞത്? അവിടെ ഒരു കോഴിയൊക്കെ ഇങ്ങനെ കിടന്ന് ഓടുന്നുണ്ടായിരുന്നു എന്ന് പറയുന്നു. അവിടെ ഒരു അന്നപൂർണ എന്ന് പറയുന്ന കമ്പനിയുടെ അരിച്ചാക്കൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അതായത് ഇന്ത്യയുടെ അന്നപൂർണ എന്നറിയപ്പെടുന്ന സ്റ്റേറ്റ്. അതുപോലെ നമ്മൾ കോഴിക്ക് എന്ത് കൊടുത്തു? നെല്ല് കൊടുത്തു എന്ന് പറഞ്ഞൊരു കിണ്ണത്തെ കൊണ്ടിട്ട് ഇന്ത്യയുടെ നെൽക്കിണ്ണം എന്ന് പറയുന്നതും ആന്ധ്രാപ്രദേശാണ്. അതുപോലെ തന്നെ മുട്ടപ്പാത്രം, കോഴി നമുക്ക് മുട്ട എന്നൊക്കെ പറഞ്ഞപ്പോൾ മുട്ടപ്പാത്രം ഇത് തന്നെയാണ്, നമ്മുടെ ഈ ആന്ധ്രാപ്രദേശാണ്. അപ്പം നെൽക്കിണ്ണമാണ്, മുട്ടപ്പാത്രമാണ്, അന്നപൂർണ, ഇതെല്ലാം നമ്മുടെ ആന്ധ്രാപ്രദേശാണ്. സൈബർ സ്റ്റേറ്റ് ആണ്. പിന്നെ നമുക്ക് പഞ്ചായത്ത് രാജിനെ കാണാൻ പറ്റിയില്ല. നമ്മൾ ഇറങ്ങാൻ നേരത്തെ എന്ത് കിട്ടിയെന്നാണ് പറഞ്ഞത്? ഒരു രത്നം കിട്ടി. ആ രത്നം ഏതാണ്? കോഹിനൂർ രത്നമാണ്. അപ്പോൾ കോഹിനൂർ രത്നം കണ്ടെത്തിയ സ്ഥലം എന്ന് പറയുന്നത് ഗോൽക്കൊണ്ടയാണ്. ആന്ധ്രാപ്രദേശിൽ തന്നെയാണ് ഗോൽക്കൊണ്ട. കോഹിനൂർ രത്നം കണ്ടെത്തിയ സ്ഥലമാണ്. ഈ കോഹിനൂർ രത്നം കണ്ടെത്തിയുകൊണ്ട് നമ്മുടെ ആന്ധ്രാപ്രദേശയും
കോഹിനൂർ ഓഫ് ഇന്ത്യ എന്ന് അറിയപ്പെടുന്ന സ്റ്റേറ്റ് ആണ്. അപ്പോൾ കോഹിനൂർ, ഇന്ത്യയുടെ കോഹിനൂർ രത്നം എന്ന് അറിയപ്പെടുന്ന സ്റ്റേറ്റും ഇത് തന്നെയാണ്, നമ്മുടെ ആന്ധ്രാപ്രദേശ് തന്നെയാണ്. ഓക്കെ, നമ്മൾ എന്തായാലും പിന്നെ തിരിച്ച് പുറപ്പെടുവാണ്. തിരിച്ച് നമ്മൾ എങ്ങോട്ടാണ്? വിശാഖപട്ടണത്തിലേക്കാണ് വരുന്നത്. അതായത് കപ്പൽ മാർഗം തിരിച്ചു വരാനുള്ള ഒരു തീരുമാനത്തിൽ നമ്മൾ വിശാഖപട്ടണത്തിലേക്ക് വരികയാണ്. അപ്പോൾ വിശാഖപട്ടണമാണ് ഒരു ഇന്ത്യയിലെ ഏറ്റവും വലിയ മേജർ തുറമുഖം എന്ന് പറയുന്നത് വിശാഖപട്ടണമാണ്. അതുപോലെ തന്നെ 3 സൈഡിൽ കൂടെ റോഡ് ഉണ്ടെന്ന് പറഞ്ഞാൽ, അതായത് കരബന്ധിത തുറമുഖമാണ് ഇത് വിശാഖപട്ടണം. അപ്പം ആദ്യ അന്തർവാഹിനി മ്യൂസിയം INS കുർസുര അതും വിശാഖപട്ടണത്താണ്. പിന്നെ നമ്മൾ എന്താണ് പറഞ്ഞത്? വിശാഖപട്ടണം നമ്മൾ ഇന്ന് ക്ലോസ്ഡ് ആയിരുന്നു, കാരണം അവിടെ ഒരു വിഷവാതക ചോർച്ച ഉണ്ടായി. അതായത് LG ഫോണിൽ നിന്ന് വിഷവാതക ചോർച്ച ഉണ്ടായെന്നാണ് പറഞ്ഞത്. അതായത് LG പോളിമേഴ്സ് എന്ന് പറയുന്ന ഒരു കെമിക്കൽ ഫാക്ടറിയിൽ നിന്നുള്ള വിഷവാതക ചോർച്ചയായിരുന്നു. ഓർക്കണം, LG പോളിമേഴ്സ് ആണ് വിഷവാതക ചോർച്ച ഉണ്ടായ കമ്പനി. അത് സൗത്ത് കൊറിയൻ ബേസ്ഡ് കമ്പനിയാണ്. അതുപോലെ സ്റ്റെറൈൻ എന്നായിരുന്നു വിഷവാതകത്തിന്റെ പേര്. അപ്പോൾ സ്റ്റെറൈൻ വിഷവാതകം, LG പോളിമേഴ്സ് സൗത്ത് കൊറിയൻ ബേസ്ഡ് കമ്പനി. അത് ഓർത്ത് ഒന്ന് വെച്ചേക്കുക. പിന്നെ നമ്മൾ എന്താണ് പറഞ്ഞത്? പിന്നെ നമുക്ക് അവിടെ വിശാഖപട്ടണം ക്ലോസ്ഡ് ആയതുകൊണ്ട് പിന്നെ നമ്മൾ ആ ട്രെയിൻ വഴി നാട്ടിലേക്ക് തിരിച്ചു വരാനുള്ള തീരുമാനത്തിൽ വന്നു. അവിടെ വന്നപ്പോൾ എന്ത് കണ്ടു? അവിടെ ഫണ്ട് സോൺ, അതായത് ഇന്ത്യൻ റെയിൽവേയിൽ ആദ്യമായിട്ട് ഫണ്ട് സോൺ ഗെയിമിംഗ് സെന്റർ ആരംഭിച്ച റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയുന്നത് വിശാഖപട്ടണം റെയിൽവേ സ്റ്റേഷനാണ്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ആന്ധ്രാപ്രദേശ് സംസ്ഥാനവുമായി ബന്ധപ്പെട്ട് നമ്മൾ ഈ കഥയിൽ ഉൾപ്പെടുത്തിയ പോയിന്റുകൾ. ഇത് കൂടാതെ ഒരുപാട് പോയിന്റുകളും വേറെ ആന്ധ്രാപ്രദേശ് ആയിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾ ഈ കഥയിൽ ഒന്ന് ആഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ ആഡ് ചെയ്യുക, അല്ലെങ്കിൽ അത് നിങ്ങൾ തന്നെ ഒന്ന് റെഫർ ചെയ്ത് സ്വന്തമായിട്ട് പഠിക്കാൻ നോക്കുക. കാരണം നമ്മൾ ഈ കഥയിലൂടെ നമ്മൾ കുറച്ച് പോയിന്റുകൾ ആഡ് ചെയ്ത് വരുമ്പോഴത്തേക്കും നമ്മൾ ഈ പോയിന്റുകൾ മറക്കാതിരിക്കും. ഓക്കെ, അതായത് നമ്മൾ ഈ കേട്ട വാക്കുകളും അല്ലെങ്കിൽ ഈ കേട്ട ഏതാണ് ഈ GK ക്വസ്റ്റ്യൻസ് ഒരു കഥയിൽ ഉണ്ടായതുകൊണ്ട് ചിലപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ മെമ്മറിയിൽ അതിരിക്കും. ബാക്കിയുള്ള പോയിന്റ് നിങ്ങൾ പഠിക്കുക. ഇത് പൂർണ്ണമല്ല, പക്ഷേ നമുക്ക് ഈ കഥയിലൂടെ നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റുന്നതിന് മാക്സിമം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ കഥയും GKയും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കൂടെ ഞങ്ങളുടെ ഇതിൽ കമൻറ്റ് ചെയ്യുക. നന്ദി.